بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മുടെ വിഷയം ഇന്നത്തേത് പരസ്യം ചെയ്യപ്പെട്ടതുപോലെ കച്ചവടം ഇസ്ലാമിൽ എന്നുള്ള വിഷയമാണ്. കുറേ ഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു ക്ലാസ്സാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട ക്ലാസ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഈ വിഷയത്തിൽ അവതരണത്തിനാവശ്യമാണ്. കച്ചവടം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സവിശേഷതകൾ എന്നൊരു ആമുഖവും പിന്നീട് ഇസ്ലാമിക ശരീഅത്തിൽ കച്ചവടം അതിലെ ചില ഇനങ്ങൾ ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് കാരണത്താലാണ് കച്ചവടങ്ങൾ ഹറാമാക്കപ്പെട്ടവ അത് ഹറാമാക്കിയത്? പിന്നെ കച്ചവടത്തിൻ്റെ ഷർത്തുകൾ, കച്ചവടത്തിൽ ഷർത്തുകൾ, അതേപോലെ കച്ചവടത്തിൽ ഖിയാർ, കച്ചവടം ഉറപ്പിച്ചത് അത് തുടർത്തി കൊണ്ടുപോകണമോ അതല്ല കച്ചവടം അലസിപ്പിക്കണമോ എന്ന മസാല, പലിശ, അതേപോലെ
ഷരീക്കകൾ ആധുനിക യുഗത്തിൽ പ്രസിദ്ധമായ പ്രചാരം നേടിയ ചില കച്ചവടങ്ങൾ, ഇങ്ങനെ ഉള്ള വിഷയങ്ങളാണ് നമുക്ക് ഈ കച്ചവടം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ സംസാരിക്കേണ്ട ഉള്ളത്. കാരണം ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കച്ചവടത്തിൻ്റെ അടിസ്ഥാന വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയായി ഇൻഷാ അല്ലാഹ്. കച്ചവടവുമായി ബന്ധപ്പെട്ട മസ്അലകളും അതേപോലെ തന്നെ ഹുക്കുമുകളും വിവിധ ഇനം കച്ചവടങ്ങൾ അത് നമ്മൾ ബിഇദ്നില്ലാഹ് മനസ്സിലാക്കുകയായി. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സവിശേഷത ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി അത് വിശ്വാസത്തിൽ നിന്ന്, ഈമാനിൽ നിന്ന്, അഖീദയിൽ നിന്ന് അത് തുടങ്ങുന്നു, അല്ലെങ്കിൽ അഖീദയാണ് അതിൻ്റെ അസ്ഥിവാരം എന്നുള്ളതാണ്. ഒരു സമൃദ്ധ സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയാണ് സാമ്പത്തിക വ്യവസ്ഥിതി ലക്ഷ്യമിടുന്നത്. സമൂഹം സമൃദ്ധമാവണം, അതിനുവേണ്ടിയാണ് സാമ്പത്തിക വ്യവസ്ഥിതിയെ കെട്ടിപ്പടുക്കുന്നത്. സമ്പത്ത് സമൃദ്ധമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരടിസ്ഥാനം അത് പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞത് എന്താ? വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. വലൗ അന്ന അഹ്ലൽ ഖുറ, പട്ടണവാസികൾ, നാട്ടുകാർ, ആളുകൾ, ആമനു വിശ്വസിക്കുകയും വത്തഖൗ തഖ്വയുള്ളവരാവുകയും ചെയ്താൽ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നാം അവർക്ക് തുറന്നേകുമായിരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായ ഒരു ജീവിതം ഈ ഭൂമിക്കുപരിയിൽ നടമാടുവാൻ രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതാണ് ഈമാനും തഖ്വയും, അതാണ് അഖീദ, അതാണ് ആദർശം. അപ്പോൾ ഈമാനും തഖ്വയും അതാണ് സമൃദ്ധിക്ക് കരണീയമായിട്ടുള്ളത്. സാമ്പത്തിക വ്യവസ്ഥിതി പുഷ്ടിപ്പെടുകയും അതിലൂടെ ഒരു സമൃദ്ധമായ സാമൂഹിക അവസ്ഥ സംജാതമാവുകയും ചെയ്യണമെങ്കിൽ ആളുകൾക്ക് ഈമാൻ വേണം, തഖ്വയും വേണം. സാമ്പത്തിക വ്യവസ്ഥിതിയെ ചിട്ടപ്പെടുത്തേണ്ടതും കെട്ടിപ്പടുക്കേണ്ടതും ഈമാനിൽ ഊന്നിയായിരിക്കണം, തഖ്വയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് മനുഷ്യർ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, റിസാലത്തിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രാവർത്തികമാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിൽ നിന്ന് വിട്ട് അകലുക. ഈ
രണ്ട് കാര്യങ്ങൾ, ഈമാനും തഖ്വയും, അതിൽ കുറവ് വന്നാൽ, അതിൽ അപാകത വന്നാൽ ജീവിതം താറുമാറാകും. സാമ്പത്തികത അനുഗ്രഹം കെട്ട് അത് അവതാളത്തിലും നഷ്ടത്തിലും ആയി മാറുകയും ചെയ്യും, ഇഹത്തിലും പരത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖ. ഇടപാട് നടത്തുന്നവർക്ക് അവർ ഇടപാട് നടത്തുന്ന സദസ്സ് പിരിഞ്ഞിട്ടില്ലാത്ത കാലം അത്രയും ഇടപാട് നടത്താനും അലസിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് തിരുനബി പറയുകയാണ്, ഫഇൻ ബയ്യന വസദ്ദഖ ബൂരിക ലഹുമ ഫി ബൈഇഹിമ. ഇടപാടുകാർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും അഥവാ സുതാര്യമാക്കുകയും ഇടപാടിൽ സുതാര്യത ഉണ്ടാക്കുക, സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ അവരുടെ ഇടപാടിൽ ബർക്കത്ത് ചൊരിയപ്പെട്ടു. ഇടപാട് സുതാര്യമാക്കുക, അതിൽ സത്യസന്ധതയുണ്ടാവുക എന്നുള്ളത് ഈമാനിൻ്റെയും തഖ്വയുടെയും തേട്ടാണ്. അതുണ്ടെങ്കിൽ ഇടപാടിൽ ബർക്കത്തുണ്ടായി, അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ്. അതില്ല എങ്കിൽ ഇടപാട് അനുഗ്രഹം കെട്ടതായി, അതുകൊണ്ടൊരു ഫലമല്ല എന്നുള്ളതാണ്. ഇതേപോലെ ആഖിറത്തിൽ, ഇത് ദുനിയാവിൻ്റെ മാത്രം വിഷയമല്ല, പരലോകത്തും ഇന്ന തുജ്ജാർ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ. കച്ചവടക്കാർ അന്ത്യനാളിൽ തമ്മാടികളായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇല്ലാമൻ ബർറ വസദഖ്, പുണ്യം പ്രവർത്തിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്തവരല്ലാതെ. അപ്പോൾ ഇടപാടിൽ പുണ്യം പ്രവർത്തിക്കണമെങ്കിൽ സത്യസന്ധത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈമാനും തഖ്വയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ. പറഞ്ഞു വരുന്നത് ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തിൽ അത് പ്രയാണം കുറിക്കുന്നത് ഈമാനിൽ നിന്നാണ്, തഖ്വയിൽ നിന്നാണ്. ഇത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഒരു സവിശേഷതയാണ്. ഭൗതിക പ്രമത്തമായ നിയമങ്ങളും ഭരണങ്ങളും സാമ്പത്തിക ഇടപാടുകളെ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേവലം ആസ്വാദനത്തിലും ഉപകാരമെടുക്കുന്നതിലും പദാർത്ഥത്തിലുമൊക്കെ പരിമിതപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസശൂന്യമായ ഭക്തിയിൽ നിന്ന് മുക്തമായ സാമ്പത്തിക ഇടപാടുകൾ, അവക്കെന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത്, വർത്തമാന യുഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങൾ പോലും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളും അതേപോലെ നിയമങ്ങളുമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, അതിൽ കൗതുകമുള്ളവരാവുകയും അതിനെ അനുകരിക്കുകയും ചെയ്യുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ തഖ്വയും ഈമാനും, ഇതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അടിസ്ഥാനം എന്നുള്ളത് അതിൻ്റെ ഒരു സവിശേഷതയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി അത് വഹീന്മേൽ സ്ഥാപിതമാണ്. അത് വഹീനാൽ സ്വതന്ത്രവുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപാടുകളിലും കച്ചവടത്തിലും നമുക്ക് പ്രമാണം മാ ഖാലല്ലാഹ് വ മാ ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പിടി ആളുകൾ ഒരുമിച്ച് കൂടി അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് അവർ പടച്ചുണ്ടാക്കിയ നിയമങ്ങളോ തത്വങ്ങളോ അല്ല ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ പൊതുവിൽ, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ പ്രത്യേകിച്ചുള്ള
അതിൻ്റെ പ്രമാണം, പ്രത്യുത അടിസ്ഥാനം, അതിൻ്റെ പ്രമാണവും അടിസ്ഥാനവും അത് വഹയാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ഇടപാട് ആകാം, ഇന്ന ഇടപാട് പാടില്ല എന്ന് ഒരു വിശ്വാസി പറയുമ്പോൾ അത് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പ്രമാണമാക്കി കൊണ്ടായിരിക്കും. ഇത് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മൂന്നാമത്തേത്, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ കച്ചവടത്തിൽ അടിസ്ഥാനമായ മറ്റൊരു തത്വം എല്ലാ ഇടപാടുകളും അനുവദനീയമാണ് എന്നുള്ളതാണ്. മുആമലാത്ത്, ക്രയവിക്രയങ്ങൾ, ബുയൂ, കൊള്ളക്കൊടുപ്പുകൾ, കച്ചവടങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനം എല്ലാ ഇടപാടുകളും ഹലാലാണെന്നുള്ളത്, അനുവദനീയം എന്നുള്ളതാണ്. കാരണം എന്താ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ അള്ളാഹു നമുക്കൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം മതത്തിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യം എളുപ്പം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടപാടുകളും അനുവദനീയം എന്നുള്ളതാണ് അടിസ്ഥാനം. ഇടപാടുകളെല്ലാം അനുവദനീയം. കാരണം എന്തുകൊണ്ട്? ആളുകൾക്ക് അള്ളാഹു ഒരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഇടപാടുകളൊക്കെ ആകാം. പക്ഷേ ചില കാരണങ്ങളാൽ ചില ഇടപാടുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധാക്കിയിട്ടുണ്ട്, മതത്തിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ കാരണങ്ങൾ ഉള്ള ഇടപാടുകൾ ഏത്? അത് മനസ്സിലാക്കി അത്തരം ഇടപാടുകളിൽ നിന്ന്, ക്രയവിക്രയങ്ങളിൽ നിന്ന്, കൊള്ളക്കൊടുപ്പുകളിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതില്ല എങ്കിൽ ഇടപാടുകളുടെയൊക്കെ അടിസ്ഥാനം, അതിൽ പ്രമാണം അനുവദനീയമാണവ എന്നുള്ളതാണ്. എല്ലാ ഇടപാടുകളും അനുവദനീയം. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ ചില ഇടപാടുകളെ മതം, ഇസ്ലാം അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നിഷിദ്ധമാക്കിയത് ഏത്? അത് വഖദ് ഫസ്സല ലക്കും, നിങ്ങൾക്ക് വിശദീകരിച്ച് തരപ്പെട്ടതാണ്, വിശദീകരിക്കപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത കച്ചവടം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഇടപാടുകൾ, അത് നിഷിദ്ധമാക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ്. ഈ കാരണങ്ങളെ മനസ്സിലാക്കിയാൽ ഈ കാരണങ്ങളൊത്തതൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അവയല്ലാത്തതിന് അതിനപ്പുറമുള്ളതൊക്കെ ഇസ്ലാമിൽ ഹലാലുമാണ്, അനുവദനീയമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ സവിശേഷത, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ, അതൊന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ സവിശേഷതകൾ ഇസ്ലാമിൽ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ 3 പോയിന്റിലൂടെ ഇവിടെ മനസ്സിലാക്കിയത്. കച്ചവടം ഹറാമാക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ കച്ചവടത്തെ ഹറാമാക്കുവാൻ ചില കാരണങ്ങൾ പ്രമാണവചനങ്ങളെ പഠനം നടത്തിയിട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പ്രസ്തുത കാരണങ്ങൾ ഏത്, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഹറാമാകുന്ന കച്ചവടം ഏത് മാത്രമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തു അത് ഹറാമാണെങ്കിൽ, അതേപോലെ തന്നെ അത് നജസാണെങ്കിൽ പ്രസ്തുത കച്ചവടം ഹറാമാണ്. അള്ളാഹു ഏതൊരു സംഗതിയാണ് ഹറാമാക്കിയത് അതിൻ്റെ വിലയും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഏതൊരു സംഗതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് ആ ഹറാമാക്കിയ വസ്തുവിൻ്റെ വിലയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്.
ഉദാഹരണത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു, ഇന്നല്ലാഹ ഹറമ ബൈഅൽ ഖംർ, കള്ള് മദ്യം വിൽക്കുന്നത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു, വൽ മൈതത, ശവം വിൽക്കുന്നതും, വൽ ഖിൻസീർ, പന്നിയെ വിൽക്കുന്നതും, വൽ അസ്നാം, വിഗ്രഹങ്ങളെ വിൽക്കുന്നതും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ മദ്യം, ശവം, പന്നി, വിഗ്രഹങ്ങൾ എന്നിവയെ വിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. ഈ ഹദീസിൽ കാണാം, ഫഖീല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അറഅയ്ത ശുഹൂമൽ മൈത, ശവം വിൽക്കുന്നത് ഹറാമാണ്. അപ്പോൾ ശവത്തിൻ്റെ നെയ്യ് വിൽക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം എന്താ? ഫഇന്നഹു യുത്ല ബിഹ സുഫുൻ വയുദ്ഹനു ബിഹൽ ജുലൂദ്, കാരണം കപ്പലിന് മെഴുക് പുരട്ടാൻ, കപ്പലിൻ്റെ ദ്വാരങ്ങളൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഉപയോഗിക്കും. അതേപോലെ തന്നെ തൊലികളിൽ നെയ്യ് പുരട്ടും. അതേപോലെ യുസ്തസ്ബഹ് ബിഹന്നാസ്, ജനങ്ങൾ യുസ്തസ്ബിഹു ബിഹന്നാസ് വയസ്തബ്സ്ബിഹു ബിഹന്നാസ്, ജനങ്ങൾ വിളക്ക് കത്തിക്കുവാൻ ഈ നെയ്യൊരുക്കിയിട്ട് അത് ഉപയോഗിക്കും. ഫഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ ഹറാം, അത് ഹറാമാകുന്നു. മാത്രമല്ല യഹൂദന്മാരുടെ ഒരു ചെയ്തി തിരുനബി ഉണർത്തി. എന്താണ്? ഖാതലല്ലാഹുൽ യഹൂദ്, ജൂതരെ അള്ളാഹു ശപിക്കട്ടെ. ഇന്നല്ലാഹ ലമ്മ ഹറമ ശുഹൂമഹ ജമലൂഹു സുമ്മ ബഅഊഹു ഫഅകലൂ സമനഹു, ശവങ്ങളുണ്ടല്ലോ, അതിന് നെയ്യ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹറാമാക്കിയപ്പോൾ ആ നെയ്യ് അവർ ഉരുക്കിയിട്ട്, നെയ്യ് അവർ തിന്നില്ല, പിന്നെ അതവർ ഉരുക്കിയിട്ട് അതിൻ്റെ വില അവർ ഭക്ഷിച്ചു. അപ്പോൾ നെയ്യ് ഹറാമാക്കി, തിന്നാൻ പാടില്ലായിരുന്നു. ശവത്തെ ഹറാമാക്കിയപ്പോൾ നെയ്യ് ഹറാമാക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്ത്? ആ ഹറാമായ നെയ്യ് അവർ തിന്നില്ല, ഉപയോഗിച്ചില്ല. പിന്നെ എന്ത് ചെയ്ത്? അതവർ ഉരുക്കിയിട്ട് എണ്ണയാക്കിയിട്ട് വിറ്റ് ആ കാശ് അവർ ഉപയോഗിച്ച്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്ന ആശയം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വസ്തുവിനെ ഹറാമാക്കിയിട്ടുണ്ടോ ആ വസ്തുവിൻ്റെ തുകയും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, അതിൻ്റെ വിലയും ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹറാമായ കച്ചവടം ഏത്? ഒന്നാമത്തേത്, അള്ളാഹു ഹറാം ഏതൊരു വസ്തുവെയാണ് ഹറാമാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതൊരു വസ്തുവാണ് നജസ്, അതിലുള്ള ഇടപാട് ഹറാമാണ്. അപ്പോൾ പന്നിയെ വിൽക്കാൻ പാടില്ല, പട്ടിയെ വിൽക്കാൻ പാടില്ല, അതേപോലെ തന്നെ വിഗ്രഹങ്ങൾ വിൽക്കാൻ പാടില്ല, അതേപോലെ തന്നെ ശവം അത് വിൽപ്പന നടത്താൻ പാടില്ല. കാരണം അത് നിഷിദ്ധാണ്, നജസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇടപാട് പാടുള്ളതല്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. കച്ചവടം ഇസ്ലാമിൽ ചിലത് ഹറാമാക്കപ്പെട്ടതാണ്. ഇത് ഹറാമാക്കാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം, ഇടപാട് നടത്തപ്പെടുന്നതായ വസ്തു, ചരക്ക്, അത് നജസായിരിക്കും അല്ലെങ്കിൽ നിഷിദ്ധായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ചരക്കാണോ നിഷിദ്ധം, ഏതൊക്കെ ചരക്കാണോ നജസ്, അതിൽ കച്ചവടം നിഷിദ്ധമാകുന്നു. രണ്ടാമത്തെ തത്വം, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹറമ സമന ദം, രക്തത്തിൻ്റെ വില അള്ളാഹു ഹറാമാക്കി. വസമനൽ കൽബ്, നായയുടെ വിലയും അള്ളാഹു ഹറാമാക്കി. വകസ്ബൽ ബഗി, വേശ്യാവൃത്തിയിലൂടെയുള്ള സമ്പാദ്യം, ഇതൊക്കെ ചെയ്ത്
അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കി. അപ്പോൾ രക്തം വിൽക്കാൻ പാടില്ല. അപ്പോൾ രക്തം ഇടപാട് നടത്തൽ ഹറാമാണ്. ഇതേപോലെ നായനെ വിൽക്കാൻ പാടില്ല, ഹറാമാണ്. അതേപോലെ തന്നെ ദുർവൃത്തി, വേശ്യാവൃത്തി, അതിലിടപാട് ആ ഇടപാട് നിഷിദ്ധമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത് മനസ്സിലാക്കാനുള്ള പോയിൻ്റ്. ഏതൊരു ഇടപാടാണോ ഇസ്ലാമിൽ നിഷിദ്ധം, ഏതൊരു ചരക്കാണോ ഇസ്ലാമിൽ നജസ്, അതിൽ കച്ചവടം പാടുള്ളതല്ല. രണ്ടാമത്തേത്, ഹറാമിൽ നിബന്ധിക്കുവാൻ ഇടപാട് വഴിവെക്കുന്നുവെങ്കിൽ അത്തരം ഇടപാട് ഹറാമാണ്. ഹറാമിൽ ചെന്ന് ചാടുവാൻ ഒരു ഇടപാട് കാരണമാകുന്നുവെങ്കിൽ ആ ഇടപാട് ഹറാമാണ്. അതായത് ഒരു ഇടപാട് അതിൻ്റെ പ്രഥമ ദൃഷ്ടി അത് നിഷിദ്ധമല്ല, എന്നാൽ ആ ഇടപാട് എന്ത് ചെയ്യും, ഒരു നിഷിദ്ധത്തിന് കാരണമാക്കും എങ്കിൽ അത്തരം ഇടപാട് ഇസ്ലാമിൽ ഹറാമാണ്. ഉദാഹരണം, ജുമാ നമസ്കാര സമയത്ത് കച്ചവടം. ജുമാ നമസ്കാര സമയത്ത് കച്ചവടം അനുവദനീയമായ കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ പള്ളികൾക്ക് മുമ്പിൽ പച്ചക്കറികൾ കൊണ്ട് നിർത്തും. പച്ചക്കറി കച്ചവടം അനുവദനീയമാണ്. പക്ഷെ ജുമാൻ്റെ സമയത്ത് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കച്ചവടം ഹറാമിലേക്ക് ചെന്നെത്തും. ഹറാമിന് വഴിയാണ്. അതെന്താ? ഖുതുബ കേൾക്കുക, ജുമാ നമസ്കരിക്കുക, ഇതിനൊക്കെ തടസ്സമാണ് കച്ചവടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദറുൽ ബൈഅ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാ. ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കച്ചവടമല്ല, പിന്നെയോ അള്ളാഹുവിനുള്ള ദിക്റിലേക്ക് ഖുതുബ കേൾക്കുവാൻ, നമസ്കരിക്കുവാൻ ധൃതി കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കച്ചവടം അനുവദനീയമായിട്ടുള്ള വിഷയത്തിൽ തന്നെയാണ്. പക്ഷേ അതൊരു നിഷിദ്ധത്തിന് കാരണമാക്കുമ്പോൾ ആ ഇടപാട് ഇസ്ലാമിൽ ഹറാമാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു ഉദാഹരണം ഫിത്നയുടെ സമയത്ത് ആയുധം വിൽക്കുക എന്നുള്ളതാണ്. ഫിത്നയുടെ സമയത്ത് ആയുധം വിൽക്കുക, കലാപം നടക്കുക, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ നടക്കുക, ആ സമയത്ത് ആയുധം വിൽക്കുന്നത് ഹറാമാണ്. കാരണം എന്തുകൊണ്ട്? അതൊരു നിഷിദ്ധത്തിന് വഴിവെക്കും ഈ ഇടപാട് എന്നുള്ളത് കൊണ്ടാണ്. കള്ളുണ്ടാക്കുന്നവർക്ക് ശർക്കര വിൽക്കൽ, ഷുഗർ വിൽക്കൽ, കള്ളുണ്ടാക്കാനുള്ള മദ്യം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ വിൽക്കൽ. ഒരാൾ പതിവിൽ കൂടുതൽ വാങ്ങണം, അയാൾ മദ്യം ഉണ്ടാക്കുന്ന ആളാണെന്നറിയാം. ഒരു സാധാരണ ഒരു ജോലിക്കാരന് 10 ചാക്ക് ഷുഗർ ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. എന്തിനാ ഇയാൾക്ക് 10 ചാക്ക് ഷുഗർ? അയാളെക്കുറിച്ച് അറിവുണ്ടാകണം, അയാൾ വാറ്റുകാരനാണ് എങ്കിൽ അയാൾക്ക് ഷുഗർ വിൽക്കാൻ പാടില്ല. ഷുഗർ കച്ചവടം ചെയ്യുക എന്നുള്ളത് എന്താണ്? ഷുഗർ നജസല്ല, ഷുഗർ ഹറാമുമല്ല, കച്ചവടം അതിൽ അനുവദനീയാണ്. പക്ഷേ അതൊരു നിഷിദ്ധത്തിന് വഴിവെക്കുന്ന ഇടപാടായത് കാരണത്താൽ ഇസ്ലാമിൽ അത്തരം കച്ചവടങ്ങൾ ഹറാമാണ്. ഇതേപോലെ ചതിപ്രയോഗങ്ങൾ അല്ലെങ്കിൽ വഞ്ചന ഉൾക്കൊണ്ട ഇടപാടുകൾ, അന്യരെ പറ്റിക്കൽ, വഞ്ചിക്കൽ അടങ്ങിയതായ ഇടപാട് അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഒരാൾ തോട്ടിൽ കുറേ മീനുണ്ട്, അതയാൾ കണ്ട്, ഒരാൾക്ക് മീനും വേണം. അപ്പോൾ അയാൾ ആ മീൻ കാണിച്ചു കൊടുത്തിട്ട് അത് വിൽക്കുകയാണ്. അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പറക്കുന്ന പറവകളെ ചൂണ്ടി അത് വിൽക്കുകയാണ്. ഒരു മനുഷ്യൻ
മിൽക്കാക്കാത്ത സംഗതി, ഉടമപ്പെടുത്താത്ത സംഗതി അത് വിൽക്കൽ, അതൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. കുറേ ഈ ബൈഉൽ ഖറർ എന്നാണ് പറയുക, വഞ്ചനാധിഷ്ഠിതമായ ഇടപാട്, കച്ചവടം. അതിന് കുറേ രൂപങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പശു ഗർഭിണിയാണ്. ഗർഭിണിയായ പശുവിൻ്റെ ഗർഭസ്ഥ ശിശുവിനെ കച്ചവടാക്കുക, അത് വഞ്ചനാധിഷ്ഠിതമായ കച്ചവടം. ബൈഉൽ മുലാമസ, അതേപോലെ തന്നെ ബൈഉൽ മുനാബദ, ബൈഉ ഹബലുൽ ഹബല, ബൈഉൽ മുഖാദറ തുടങ്ങി കുറേ ഉദാഹരണങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്താ ബൈഉൽ മുനാബദ എന്നറിയാം? അപ്പോൾ നമുക്ക് ഈ ഖററിൻ്റെ ചില ഉദാഹരണങ്ങൾ കിട്ടും. ബൈഉൽ മുനാബദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളക്കൊടുപ്പുകാർ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും അന്യോന്യം പറയാണ്, നിൻ്റെ കയ്യിൽ എന്താണുള്ളത് അത് നീ എന്നിലേക്ക് എറിഞ്ഞെന്നുള്ള, എൻ്റെ കയ്യിലുള്ള എന്താണോ അത് ഞാൻ നിനക്കും എറിഞ്ഞു തരാം. അപ്പോൾ വാങ്ങാൻ വന്നവന് കാശ് എത്രയെന്ന് പറയില്ല, എന്തെന്നും പറയില്ല. വിൽക്കുന്നവനോ സാധനം എന്ത് എന്നുള്ളതും പറയില്ല, നിശ്ചയിക്കൂല. പിന്നെയോ നീ നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് തരിക, ഞാൻ എൻ്റെ കയ്യിലുള്ളത് നിനക്കും തരിക. അതാണ് ബൈഉൽ മുനാബദ. അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. കാരണം എന്താ? അത് വഞ്ചനാധിഷ്ഠിതമാണ്, ചതിയാണ്. ഇതേപോലെ തന്നെ ബൈഉൽ മുലാമസ ഹദീസിൽ നിഷിദ്ധം വന്ന ഇടപാടാണത്. ഒരാൾ വസ്ത്രം വാങ്ങാൻ വന്നു, ആ വസ്ത്രത്തും അങ്ങനെ കുറേ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ കൈവച്ചിട്ട്, ഈ വസ്ത്രം അല്ലെങ്കിൽ നീ കൈവച്ച വസ്ത്രം, അതിലാണ് കച്ചവടം. ഏത് വസ്ത്രം, എങ്ങനത്തെ വസ്ത്രം, ഇതൊന്നുമില്ല. ഇതേപോലെ ബൈഉൽ മുഹാഖല, മുഹാഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ധാന്യം കതിർക്കുലകളിൽ വിൽക്കല, കൊയ്ത് മെതിച്ചിട്ടൊന്നുമില്ല, കതിർക്കുലയിൽ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതിന് 10 കിലോ അരി വിൽക്കുക. അരി എവിടെ? അരി കൊയ്തിട്ടില്ല, നെല്ല് ഇതുവരെ കതിർക്കുലയിൽ നിൽക്കുകയാണ്. ഇങ്ങനത്തെ കച്ചവടം, അതാണ് ബൈഉൽ മുഹാഖല എന്ന് പറയുന്നത്. അതേപോലെ കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഫിഖ്ഹിൽ. ചിലത് ഇൻഷാ അല്ലാഹ് കച്ചവടത്തിൻ്റെ ഈ വിഷയങ്ങളെ വിശദീകരിക്കുമ്പോൾ അവിടെ വരും. ഇവിടെ നമ്മൾ പറയുന്നത് വഞ്ചനയിൽ അധിഷ്ഠിതമായ ഇടപാടുകൾ അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇതാണ് മൂന്നാമത്തെ കാരണം. ഈ ചൂതാട്ടം, അതേപോലെ തന്നെ ലോട്ടറി, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ തെമീനുകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട, അതൊക്കെ ഈ ഒരു കാരണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. നാലാമത്തെ കാരണം, ഏതൊരിടപാടാണോ ഒരു ഉപദ്രവം ഉൾക്കൊള്ളുന്നത് ആ ഇടപാട് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഉപദ്രവം അന്യർക്ക് നേരെ അല്ലെങ്കിൽ ഇടപാടുകാർക്ക് നേരെ ഏതൊരിടപാടിലുണ്ടോ അത് നിഷിദ്ധമാണ്. അതിൽപ്പെട്ടതാണ് പൂഴ്ത്തിവെപ്പ്, ഇഹ്തിഖാർ. ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ ഇറക്കേണ്ട കാലഘട്ടത്തിൽ, ആളുകൾക്ക് ആവശ്യമായ കാലഘട്ടത്തിൽ ഇറക്കാതെ പൂത്തിവെക്കുക. എന്തിന് പൂഴ്ത്തി വെക്കുന്നത്? ആളുകൾ പ്രയാസത്തിലായിട്ട് സാധനത്തിന് വില കൂടാൻ വേണ്ടിയിട്ട്. അത്തരം ഇടപാട് നിഷിദ്ധമാണ്. കാരണം എന്താ? അത് അന്യർക്ക് ഉപദ്രവം ഉദ്ദേശിച്ചിട്ടുള്ള ഇടപാടാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഉൽ മുസ്ലിം അല ബൈഇ അഖീഹി, ഒരു മുസ്ലിം സഹോദരൻ്റെ ഇടപാടിനെ മറികടന്നിട്ട് കച്ചവടം ചെയ്യുക,
അനുവദനീയമായ വിഷയത്തിൽ തന്നെയാണ് കച്ചവടം. പക്ഷേ മറ്റൊരാളെ മറികടന്നിട്ടാണ്. ഒരു ചരക്കിന് ഒരു സഹോദരൻ വന്നിട്ട് വില പറഞ്ഞ് 100 റിയാലിന് ഞാൻ ഈ സാധനം വാങ്ങാൻ തയ്യാറാണ് വില പറഞ്ഞ്. അപ്പോൾ അവനെ മറികടന്നിട്ട് വേറൊരാൾ അല്ല ഞാനത് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്തൻ വരികയാണ്. ഈ കച്ചവടം ഹറാമാണ്. എന്തുകൊണ്ട്? ഇത് ആദ്യം വന്ന് വില പറഞ്ഞവന് ദററാണ്, ഉപദ്രവം ഉണ്ടാക്കലാണ്. അങ്ങനെ ഉപദ്രവം ഉൾക്കൊണ്ട ഇടപാട് അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അതിൽപ്പെട്ടതാണ് നജഷ് കച്ചവടം. നജഷ് എന്താ? നജഷ് സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ മറ്റുള്ളവരെ ചതിയിൽപ്പെടുത്താൻ സാധനത്തിന് വില കൂട്ടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വലാ തനാജഷു, നിങ്ങൾ നജഷ് നടത്തരുത് എന്ന് പറഞ്ഞാൽ ഒരാൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ അവിടെ വേറൊരുത്തുണ്ടാവും. കസ്റ്റമർ വന്നിട്ട് പറയാണ് 100 റിയാലിന് ഇത് വാങ്ങാൻ ഞാൻ. അപ്പോൾ ഇത് വാങ്ങാൻ ഉദ്ദേശമില്ലാത്ത ഒരുത്തൻ അവൻ പറയണം ഞാൻ 110 വാങ്ങാൻ തയ്യാറാണ്. അവന് വാങ്ങാൻ ഉദ്ദേശം ഉണ്ടാവില്ല. പിന്നെയോ ഈ കസ്റ്റമറെ ചതിപ്പെടുത്താനാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഇത് വേണം. അപ്പോൾ അയാൾ എന്താ പറയും? എന്നാൽ ഞാൻ 115 വാങ്ങിക്കോളാം, എനിക്കിത് ആവശ്യമുണ്ട്. ആണ്ടോ? അപ്പോൾ സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ വില കയറ്റി പറയാം. അതാണ് നജഷ്. കണ്ട, ഈ ഇടപാട് നിഷിദ്ധാണ്. എന്തുകൊണ്ട് നിഷിദ്ധാണ്? ഇത് മറ്റുള്ളവർക്ക് ദറർ, ഉപദ്രവം വരുത്തുന്ന ഇടപാടാണ്. അതിൽപ്പെട്ടതാണ് ഹദീസിൽ വന്നതുപോലെ ബൈഉ ഹാദിരിൻ ലിബാദ്, പട്ടണവാസി ഗ്രാമീണനോട് നടത്തുന്ന ഇടപാട്. പട്ടണവാസി ഗ്രാമീണനോട് നടത്തുന്ന ഇടപാട് എന്ന് പറഞ്ഞാൽ എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ഗ്രാമീണൻ ഗ്രാമത്തിൽ വിളവെടുപ്പ് നടത്തും, അതുപോലെ കാലിസമ്പത്തൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഗ്രാമീണൻ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അയാൾക്ക് പട്ടണത്തിലെ അവസ്ഥയൊന്നും അറിയില്ലല്ലോ. അയാൾ പട്ടണത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് മുമ്പ് പട്ടണവാസി എന്ത് ചെയ്യുക? വഴി പോയിട്ട് അയാളെ തടയുക. എന്നിട്ട് അയാൾക്ക് തുച്ഛം വില കൊടുക്കുക, എന്നിട്ട് സാധനം വാങ്ങുക. എന്നിട്ട് ഇയാൾ മാർക്കറ്റ് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിലെ വിലക്ക് വിൽക്കുക. ഇതിൽ ശരിക്കും ഗ്രാമീണവാസിയെ പറ്റിക്കലും അയാളെ ഉപദ്രവിക്കലാണുള്ളത്. മാത്രമല്ല ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത്തരം ആളുകൾ സാധനം പൂഴ്ത്തിവെപ്പ് നടത്തും. അതാണ് തലഖി റുക്ബാനിൽ പറയുന്നത്. തലഖി റുക്ബാൻ എന്ന് പറഞ്ഞെങ്കിൽ വിദേശികളായ ആളുകൾ ചരക്ക് കൊണ്ടുവരുമ്പോൾ അവരെ സ്വദേശത്തേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കാതെ പുറത്തു പോയിട്ട് എന്ത് ചെയ്യുക? ബിസിനസ്സുകാർ മീറ്റ് ചെയ്യുക. എന്നിട്ട് സാധനം നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവടമാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇവരത് എടുത്തു വെക്കും. എന്നിട്ട് വിദേശത്ത് നിന്ന് സാധനങ്ങൾ നാട്ടിലെത്തിയാലാണല്ലോ ആളുകൾക്ക് വില കൂടുതലില്ലാതെ സാധനം കൊള്ളാൻ പറ്റുക. ഈ ബിസിനസ്സുകാരെന്ത് ചെയ്യും? ഈ സാധനം മാർക്കറ്റിൽ ഇറക്കൂല, അവരെടുത്ത് വെക്കും. എന്നിട്ട് സാധനങ്ങളുടെ ദൗർലഭ്യം കാരണത്താൽ മാർക്കറ്റിൽ വില കൂടും. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? പുറത്തുനിന്ന് ഈ ആളുകൾ ഇവിടെ നാട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ സാധനം ഇറക്കുമതി ചെയ്യാതെ ഇവർ വാങ്ങി വെച്ചത് അപ്പോൾ അവരെന്ത് ചെയ്യും? നിരത്തിലിറക്കിയിട്ട് മാർക്കറ്റിലിറക്കിയിട്ട് കൂടുതൽ വിലക്ക് വിൽക്കും. ഇതാണ് തലഖി റുക്ബാൻ. അതേപോലെ തന്നെ ബൈഉൽ ഹാദിർ ലിബാദ് എന്നൊക്കെ പറയുന്ന ഇടപാടിൻ്റെ രൂപങ്ങൾ. ഇത് നിഷിദ്ധമാണ്. എന്തുകൊണ്ട് നിഷിദ്ധമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അപരർക്ക് ദറർ, ഉപദ്രവങ്ങളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇസ്ലാമിൽ ചില ഇടപാടുകൾ നിഷിദ്ധമാണ്. അതിൻ്റെ കാരണമെന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതിലൊരു കാരണമാണ് ഇപ്പോൾ നമ്മൾ ഈ ഉണർത്തിയത്. മറ്റൊരു കാരണം ചില ചരക്കുകൾ, ചില സാധനങ്ങൾ അതിൽ പകരം പറ്റാൻ പാടുള്ളതല്ല. അത് വിനിയോഗിക്കൽ നിർബന്ധമാണ്.
പൊതുവായിട്ട് ആളുകൾ ഉപയോഗിക്കേണ്ടതായ വസ്തുക്കൾ പോലെ, പൊതുവായിട്ട് ആളുകൾ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ പോലെ. ഏതുപോലെ? ഇപ്പോൾ വെള്ളം, തോട്ടിലൊഴുകണ വെള്ളം, അല്ലെങ്കിൽ അരുവിയിൽ ഒലിച്ചു വരുന്നതായ വെള്ളം, ഇതെല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. ഈ വെള്ളം വിൽക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് വിനിയോഗിക്കൽ നിർബന്ധമാണ്, ഇതിന് പകരം പറ്റാൻ പാടില്ല. ചെലവഴിക്കൽ നിർബന്ധമാണ്, അതിൽ പകരം പറ്റാൻ പാടുള്ളതല്ല. തീയ്, പുല്ല്, വെള്ളം, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അതേപോലെ തന്നെ അതിന് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ഈ കൂറ്റനെ, കാളക്കൂറ്റനെ പിന്നെ പശുക്കളുടെ പുറം കയറുന്നത് അതിൽ ഇടപാട് നടത്താൻ പാടുള്ളതല്ല. അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഒരാൾ അയാളുടെ പശുവിനെ ഒരു കാളക്കൂറ്റിനെ കൊണ്ട് ചവിട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കാശ് പറയാൻ പാടുള്ളതല്ല, കച്ചവടം പാടുള്ളതല്ല. കാരണം എന്താ? അതൊക്കെ ബദൽ ചെയ്യൽ നിർബന്ധമായത് മുആവദത്ത് സ്വീകരിക്കാൻ പാടില്ലാത്ത ഇടപാടുകളാണ്. എന്ന് പറഞ്ഞാൽ വിനിയോഗിക്കൽ നിർബന്ധമാണ്, ചെലവഴിക്കൽ നിർബന്ധമാണ്, എന്നാൽ പകരം പറ്റാൻ പാടുള്ളതല്ല. ഒരാൾ തേനീച്ചനെ വളർത്തുന്നുണ്ട്. തൊട്ടടുത്ത് ഒരാൾക്ക് നല്ല തോട്ടമുണ്ട്, പൂക്കളും മലരുകളും ഇതൊക്കെ ഉള്ള തോട്ടമുണ്ട്. അപ്പോൾ ഈ വളർത്തപ്പെടുന്ന തേനീച്ചകൾ അയാളുടെ തോട്ടത്തിൽ പോയിട്ടാണ് നിർദ്ദേൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ തോട്ടക്കാരൻ പറയണം, എനിക്ക് നിങ്ങളെ തേനീച്ചകളൊക്കെ ഇവിടുന്നാണ് നിർദ്ദേൻ സ്വീകരിക്കുന്നത്, എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞാൽ അത് പാടുള്ളതല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ അതിൻ്റെ ഈ ഇടപാടിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കൊടുത്തതിൽപ്പെട്ടതാണിത്. കാരണം എന്താ? ഇതൊന്നും പിന്നെ പകരം പണം സ്വീകരിക്കേണ്ടതായ ക്രയവിക്രയമോ ഇടപാടോ അല്ല. പിന്നെ ഇത് നിർബന്ധമായിട്ട് ആളുകൾ വിനിയോഗിക്കേണ്ടതായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപാടുകൾ അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇതേപോലെ നിഷിദ്ധമായൊരു ഇടപാടാണ്, മറ്റൊരു കാരണമാണ് മനുഷ്യൻ ഉടമപ്പെടുത്താത്തത് മനുഷ്യൻ വിൽക്കുക എന്നുള്ളത്. ഒരാൾ ഉടമപ്പെടുത്താത്തത് അയാൾ വിൽക്കുക. ഉദാഹരണത്തിന് മനുഷ്യൻ്റെ അവയവങ്ങൾ, ഒരാൾ അയാളുടെ കിഡ്നി വിൽക്കുക, ഒരാൾ അയാളുടെ കണ്ണ് വിൽക്കുക, ഇതൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. കാരണം എന്താ? ഈ കിഡ്നിയും കണ്ണൊന്നും അയാൾ ഉടമപ്പെടുത്തിയതല്ല, അയാളുടെ മിൽക്കല്ല, അത് പടച്ച തമ്പുരാൻ അയാൾക്ക് കൊടുത്ത ദാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ദാനമേകിയത് മനുഷ്യ ശരീരത്തിലുള്ളത്, അത് ഇവിടെ അയാൾക്ക് ഇടപാട് നടത്താനുള്ള സംഗതിയല്ല, വിൽക്കാനുള്ള സംഗതിയല്ല. അവയവങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തബറു ദാനം ആകാവുന്നതാണ്, അതിൻ്റെ ആ നിബന്ധനകളൊത്താൽ, അതിന് പറയപ്പെട്ടതായ നിബന്ധനകളൊത്താൽ. പക്ഷെ അതിൽ കൊള്ളക്കൊടുപ്പ് അത് പാടുള്ളതല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 ഉറുപ്പ്യക്ക് വൃക്ക വിൽക്കുക, അല്ലെങ്കിൽ കണ്ണ് വിൽക്കുക, ഇത് പാടുള്ളതല്ല. കാരണം എന്താണ്? ഒരു മനുഷ്യൻ്റെയും അവയവം അയാളുടെ മിൽക്കല്ല, ഉടമസ്ഥതയിലുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാളും മിൽക്കാക്കാത്തത് വിൽക്കാൻ പാടുള്ളതല്ല. ഇത് മറ്റൊരു ഉദാഹരണമാണ്, മറ്റൊരു കാരണമാണ്. പിന്നീടൊരു കാരണം ഇടപാട് പലിശ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇടപാട് പലിശ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്താ ഇടപാട് പലിശ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ? ഏതൊരു കച്ചവടമാണോ പലിശയെ ഉൾക്കൊള്ളുന്നത് അത് ഇസ്ലാമിൽ ഹറാമാണ്. അതേപോലെ തന്നെ ഏതൊരു ഇടപാടാണോ പലിശക്ക് തന്ത്രമായി പരിണമിക്കുന്നത്, മാറുന്നത്, ആ ഇടപാട് നിഷിദ്ധമാണ്. അതായത് നേരിട്ട് പലിശ അല്ല,
പക്ഷേ ആദ്യത്തെ വിശദീകരിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് നമുക്ക് പിന്നീട് വരും. അതായത് ഇപ്പോൾ നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുക്കളെ കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിൽ പാടുള്ളതല്ല, നൂലോട് നൂലളവിലായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം എന്ന്. പലിശ വന്നാലോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ടത് ഇടപാട് നടത്തുമ്പോൾ ഒന്ന് കൂടുതലുണ്ടെങ്കിലോ അത് നിഷിദ്ധാണ്. അപ്പോൾ പലിശ ഉൾക്കൊണ്ട ഇടപാട് ഇസ്ലാമിൽ നിഷിദ്ധാണ്. പലിശക്ക് തന്ത്രമായിട്ട് നടത്തുന്ന ഇടപാട് നിഷിദ്ധാണ്. നേരിട്ട് നോക്കിയ പലിശ അല്ല, പക്ഷേ പലിശക്കുള്ള തന്ത്രമാണ് ചില ഇടപാടുകൾ. അതിൽപ്പെട്ടതാണ് ബൈഉൽ ഐന. ബൈഉൽ ഐന, ഐനത്ത് കച്ചവടം. എന്താണത്? ഒരാളെന്ത് ചെയ്യുക, അയാൾക്ക് കാശ് ആവശ്യമുണ്ട്, അപ്പോൾ അയാൾ നേരിട്ട് പലിശ വാങ്ങണില്ല, പിന്നെയോ ഒരു തന്ത്രം പ്രയോഗിക്കുക ചെയ്യണത്. അയാളടുത്തൊരു സാധനമുണ്ട്, അത് മറ്റൊരാൾക്ക് കടമായിട്ട് വിൽക്കുക. ഒരാളടുത്തൊരു ജവ്വാലുണ്ട്, അയാൾക്കാണ് പൈസ വേണ്ടത്. അയാൾ എന്ത് ചെയ്യുക, വേറൊരാൾക്ക് കടമായിട്ട് 1000 ഉറുപ്പ്യക്ക്, ഉദാഹരണമാണ്, 1000 ഉറുപ്പ്യക്ക് ജവ്വാൽ വിൽക്കുക വേറൊരാൾക്ക്. അയാളടുത്ത് പൈസ ഉണ്ട്, 1000 ഉറുപ്പ്യക്ക് കടമായിട്ട് വിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റേ വ്യക്തി റൊക്കം കാശ് 800 ഉറുപ്പ്യക്ക് ഇയാളടുത്ത് തിരിച്ചു വാങ്ങുക. ഈ സൂറത്ത് രൂപം മനസ്സിലായി, ഇനയുടെ രൂപമാണത്. ഇത് പലിശ, അത് ഒരു വളഞ്ഞ വഴിയിലൂടെ പലിശ വാങ്ങുന്ന രീതിയാണ്. അയാൾക്ക് 1000 അല്ലെങ്കിൽ 800 രൂപ വേണം, ഉദാഹരണത്തിന് ഒരാൾക്ക് 800 രൂപ വേണം. അപ്പം മറ്റൊരാളോട് 800 രൂപ വെച്ചപ്പോൾ അയാൾ കൊടുക്കണില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, അയാളടുത്തൊരു മൊബൈലുണ്ട്, ആ മൊബൈൽ ഈ പൈസ ഉള്ള വ്യക്തിക്ക് എന്ത് ചെയ്യുക, വിൽക്കുക 1000 ഉറുപ്പ്യക്ക് കടമായിട്ട്. അങ്ങനെ മറ്റേ വ്യക്തി എന്ത് ചെയ്യുക, ഒരു രൂപം പറഞ്ഞ് തെറ്റിയ, അതായത് പിന്നെ ഒരാൾ, അയാൾക്ക് 800 രൂപ വേണം, ആ 800 രൂപ അതുള്ള ആളിൽ നിന്ന് കടമായിട്ട് അയാൾ കൊടുക്കൂല. അപ്പോൾ എന്താ ചെയ്യണത്, അയാളടുത്തൊരു മൊബൈലുണ്ട്, ആ മൊബൈൽ കടമായിട്ട് ഇയാൾക്ക് വിൽക്കുക. കടമായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്നുള്ളയാൾക്ക് ഇയാൾക്ക് വിൽക്കുക. എന്നിട്ട് അയാളുടെ അടുത്ത് ഈ സാധനം മറ്റാൾ 800 രൂപക്ക് റൊക്കം വാങ്ങുക. ഇയാളുടെ ദിമ്മത്തിൽ, ബാധ്യതയിൽ അയാൾക്ക് 200 ബാക്കിയായി. ഇതാണ് പലിശക്ക് തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത്. അപ്പം നേരിട്ട് പലിശയുള്ള ഇടപാടുകൾ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പലിശക്ക് തന്ത്രം പ്രയോഗിക്കുന്ന ഇടപാട്, തന്ത്രമായി മാറുന്ന ഇടപാട്, അതും ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഉപകാരമില്ലാത്ത വസ്തുക്കൾ വിൽക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. യാതൊരു ഉപകാരമില്ലാത്ത സംഗതി വിൽക്കുക, അങ്ങനെയുള്ള ഇടപാടുകൾ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പണ്ഡിതന്മാർ അതിന് പറയുന്ന ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ഈ സിന്നൂറിനെ വിൽക്കണത് വിരോധിച്ചിട്ടുണ്ട്. സിന്നൂർ പറഞ്ഞാൽ പൂച്ചനെ വിൽക്കുന്നത് വിരോധിച്ചത്. കാരണം എന്താ, പൂച്ച കൊണ്ട് എന്തൊരു ഉപകാരമുള്ളത്? അത് ഉപകാരമില്ലാത്ത ഒരു സംഗതി വിൽക്കുന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചിലരത് പിന്നെ ഈ ഇസ്ലാമിൽ പിന്നെ കച്ചവടങ്ങൾ നിഷിദ്ധമാക്കുവാനുള്ള കാരണങ്ങൾ പറഞ്ഞപ്പോൾ അതിനൊരു ഒരു കാരണം ഇതാണ് പറഞ്ഞത്, അതിനൊരു ഉദാഹരണം ഇതാണ് പറഞ്ഞത്. ഏതായാലും ഒരു വസ്തു അത് ഉപകാരക്ഷമമല്ലെങ്കിൽ, ഉപകാരമില്ലാത്താണെങ്കിൽ അതിൽ ഇടപാട് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇന്ന് വിശദീകരിച്ചത് ഇസ്ലാമിൽ അടിസ്ഥാനം കച്ചവടങ്ങളെല്ലാം ഹലാൽ, അനുവദനീയം എന്നുള്ളതാണ്. അതാണ് പ്രമാണം. എല്ലാ കച്ചവടവും നിഷിദ്ധമാണ്. എന്നാൽ ചില കാരണങ്ങളാൽ ഇസ്ലാമിൽ കൊള്ളക്കൊടുപ്പുകളെ, കച്ചവടങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ കാരണങ്ങൾ അത് 8 അല്ലെങ്കിൽ 9 പോയിന്റുകളിൽ പരിമിതമാണ്. ആ 9 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്.
ഏതൊരു വസ്തുവിലാണോ കച്ചവടം ആ വസ്തു നജസാണോ ഹറാമാണോ? കച്ചവടം ഹറാമാണ്. അപ്പോൾ ആ ഗണത്തിൽ കുറേ ഉദാഹരണങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഏതൊരു ഇടപാടാണോ വഞ്ചനാധിഷ്ഠിതം നിഷിദ്ധാണ്. അപ്പോൾ വഞ്ചനാധിഷ്ഠിതമായ ഇടപാടുകളൊക്കെ നിഷിദ്ധാണ്. ഏതൊരിടപാടാണോ ഒരാൾക്ക് ഉപദ്രവം വരുത്തുന്നത്, അത് ഇടപാടുകാർക്കാവട്ടെ അല്ലെങ്കിൽ അപരനാകട്ടെ, അത്തരം ഇടപാടുകളൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധാണ്. ഇതേപോലെ ഏതൊരിടപാടാണോ പലിശയിൽ അധിഷ്ഠിതം നിഷിദ്ധമാണ്. ഏതൊരിടപാടാണോ പലിശക്ക് തന്ത്രമായി മാറുന്നത് നിഷിദ്ധാണ്. അതേപോലെ തന്നെ വിനിയോഗിക്കൽ നിർബന്ധമായത് എന്നാൽ പകരം സ്വീകരിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ, അതിൽ ഇടപാട് നിഷിദ്ധമാണ്. മനുഷ്യർ ഉടമപ്പെടുത്താത്തത്, അതിൽ ഇടപാട് നിഷിദ്ധമാണ്. ഹറാമിൽ നിബന്ധിക്കുവാൻ കാരണമാകുന്ന ഇടപാടുകൾ, ഹറാമിൽ ചെന്ന് ചാടുവാൻ കാരണമാകുന്ന ഇടപാടുകൾ, ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ഇപ്പോൾ മദ്യം ഉണ്ടാക്കുന്ന ആൾക്ക്, കള്ളുണ്ടാക്കുന്ന ആൾക്ക് സാധന സാമഗ്രികൾ വിൽക്കുന്നത് പോലെ ഇത്തരം ഇടപാടുകൾ ഇസ്ലാമിൽ നിഷിദ്ധാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കച്ചവടം എന്ന വിഷയത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഈ കാരണങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാരണങ്ങൾ ഏതെല്ലാം ഇടപാടുകളിൽ നിഴലിക്കുന്നുവോ, വ്യക്തമാകുന്നുവോ, ഉണ്ടാകുന്നുവോ ആ ഇടപാടുകളൊക്കെ നിഷിദ്ധമാണ് എന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് തുടർന്ന് സംസാരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയം കച്ചവടത്തിൻ്റെ ഷർത്തുകളാണ്. കച്ചവടത്തിൻ്റെ ഷർത്തുകൾ, അതേപോലെ കച്ചവടത്തിൽ ഷർത്തുകൾ, ഇത് രണ്ടും വേറെ വേറെ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ ഇടപാട് നടത്തിക്കൊണ്ടു പോകുവാനും അലസിപ്പിക്കുവാനുമുള്ള ഖിയാർ, അതും ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പോൾ എന്താണ് കച്ചവടത്തിലെ ഷർത്തുകൾ, കച്ചവടത്തിൽ ഷർത്തുകൾ, കച്ചവടത്തിൽ ഖിയാർ തുടങ്ങിയ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ഹാദാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. നിശ്ചിതമായ ഒരു തുകയ്ക്ക് അല്ല, ഇങ്ങനെ പല ആൾക്കാർക്ക് പല വിലക്ക് വിൽക്കുന്നതിന് ഇസ്ലാമിൽ വല്ല തടസ്സങ്ങളുമുണ്ടോ? അല്ല എല്ലാ കസ്റ്റമറിനും ഒരേ വിലക്ക് വിൽക്കണം എന്നുള്ള നിയമമുണ്ടോ? അതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വസ്തു തന്നെ പല വിലക്ക് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സഹോദരൻ്റെ ചോദ്യം. ഇടപാടുകളിൽ അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു പൊതുതത്വം, നമ്മൾ അനീതിയുടെയും അതേപോലെ തന്നെ അന്യായത്തിൻ്റെയും വാക്താക്കളല്ല. ഒരിക്കലും നമ്മളുടെ പെരുമാറ്റങ്ങളിലും വർത്തനങ്ങളിലും അനീതിയും അന്യായം ഉണ്ടാകാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ലാ ദററ വലാ ദിറാർ, ഒരാളും എന്നെ ആക്രമിക്കാൻ പാടുള്ളതല്ല, ഞാൻ ഒരാളെ ആക്രമിക്കാനുമില്ല. ഒരാളും എന്നോട് അന്യായം കാണിക്കാൻ പാടുള്ളതല്ല, ഞാൻ ഒരാളോടും അന്യായത്തിനും അക്രമത്തിനുമില്ല. ഈ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളെന്ത് ചെയ്യേണ്ടത്, പിന്നെ ഇടപാടുകൾ നടത്തേണ്ടത്. അപ്പോൾ എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് നമ്മളുടെ ഇടപാട് അന്യായമാണ്, അത് നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഒരേ വസ്തുവിന് വില ഏറിയും കുറഞ്ഞു വരും. ഇപ്പം ഇന്ന് ഇപ്പോൾ ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ലോഡ് സാധനം ഇറക്കിയതിന് ഇന്നുള്ള മാർക്കറ്റ് ആയിക്കൊള്ളുന്നില്ല, നാളെ അത് വ്യത്യാസപ്പെടും. അപ്പോൾ മാർക്കറ്റ് നിലവാരം അനുസരിച്ച് ഇന്ന് ഒരു ഇടപാട് ഒരു ചരക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അതേ ഇടപാട് തന്നെ അതിന് പിന്നീട് ആയിക്കൊള്ളണമെന്നില്ല മാർക്കറ്റിൽ. അപ്പോൾ ഇന്നലെ ഇത്രക്ക വിറ്റ് ഞാൻ ഇത്രക്ക എന്ന് വിൽക്കുള്ളൂ എന്നൊരാൾക്ക് പറയാനോ ശടിക്കാനോ പറ്റില്ല. പറഞ്ഞു വരുന്നത് നമ്മളുടെ ഇടപാടുകളിൽ
അന്യായം ഉണ്ടാകാൻ പാടുള്ളതല്ല, തന്നോടൊരു അന്യായം പാടില്ല എന്നതുപോലെ തന്നെ താൻ ഒരാളോടും അന്യായം ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം ഇടപാട്. അതിൽ പല ഇടപാടുകളിലും നമ്മളോട് തന്നെയാണ് ഫത്വ ചോദിക്കേണ്ടത്. ഇത് ഞാൻ ചെയ്യണത് ഇയാളോട് അന്യായമാണോ, ഈ ഇടപാട് ഇതെന്നോടാണ് എങ്കിൽ അതിൽ ഞാൻ തൃപ്തനാണോ എന്നുള്ളതാണ്. ഇല്ല അൻ തക്കൂന തിജാറത്തൻ അൻ തറാദി മിൻകും എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിരർത്ഥകമായി നിങ്ങളുടെ സ്വത്തുക്കൾ അന്യോന്യം തിന്നരുത്. അന്യോന്യം പ്രീതിപ്പെട്ട കച്ചവടം ഇടപാടായാലല്ലാതെ, കൊള്ളക്കൊടുപ്പുകളായാലല്ലാതെ എന്നാണ്. അപ്പോൾ അതാണ് എനിക്ക് ആ വിഷയത്തിൽ അറിയുന്നത്. അല്ലാഹു ആലം. ഉസ്താദേ, എനിക്കൊരു സംശയമുള്ളത്, ഈ കച്ചവടത്തിലെ നന്മ കുറവും തിന്മ കൂടുതലുമുള്ള കച്ചവടം, അതായത് സാധനങ്ങള് വെക്കുക എന്നുള്ള കച്ചവടം അനുവദനീയമാണെന്നറിയാനാണ്. ഉദാഹരണമായിട്ട് ഈ ഡിഷ് ഐറ്റംസ്, റിസീവർ, അങ്ങനെയുള്ള ഈ നന്മ കുറവും തിന്മയാണല്ലോ അതിനകത്ത് കൂടുതലുള്ളത്. ടെലിവിഷൻ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നതും അങ്ങനെയുള്ള പണികൾ ചെയ്യുന്നതും അതിന് കൂലി വാങ്ങുന്നതും അതൊക്കെ അതിന്റെ ഒരു വിധി അറിഞ്ഞാൽ കൊള്ളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്മ കൂടുതലും തിന്മ കൂടുതലും നന്മ കുറവുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം. ഒറ്റയടിക്ക് അങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ തിന്മ കൂടുതലാണ് എങ്കിൽ എന്ത് ചെയ്യണം? ദർഉൽ മഫാസിദ് ഔലാ മിൻ ജൽബിൽ മനാഫിഅ്. പിന്നെ തിന്മകൾ തടയലാണ് നന്മകൾ കൊണ്ടുവരുന്നതിനേക്കാൾ ഇസ്ലാമിൽ ഉത്തമം. അവിടെ തിന്മ തടയപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പിന്നെ അത്തരം ഇടപാടുകൾ ഒഴിവാക്കണം. ഒരൊറ്റ ഒരു ഇതാണ്. പക്ഷേ മൂപ്പര് ഒരു ഉദാഹരണത്തിലുള്ളത് പറഞ്ഞപ്പോൾ അത് വിശദീകരിക്കണം. ആനുപേക്ഷികമാണ് മസാല ഇത്തരം വിഷയങ്ങൾ. ചില ആളുകൾ ഒരു TV വാങ്ങിയ റിസീവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നന്മയാണ് കൂടുതൽ. അവരതുകൊണ്ട് വാഴയെ കേൾക്കൂ, ഉപദേശങ്ങളെ കേൾക്കൂ, നന്മയ്ക്ക് അത് ഉപയോഗപ്പെടുത്തൂ. അവരതിൽ നിഷിദ്ധങ്ങൾ കാണുകയോ കേൾക്കുകയോ ഇല്ല. അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പോൾ റേഡിയോയിൽ നന്മക്ക് മാത്രം അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. ടെലിവിഷനിൽ നന്മക്ക് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ സൈബർ യുഗത്തിൽ ആധുനിക ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളെ നന്മക്ക് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടപാട് അസലിൽ അനുവദനീയമാണ്. ഇടപാടുകൾ അനുവദനീയമാണ്. ഒരാൾ നമ്മളോട് വന്നിട്ട് പറയുകയാണ്, എനിക്കൊരു TV നിങ്ങൾ വിൽക്കണം, എനിക്ക് ചാനലുകൾ ഈ എന്താ പറയുക സീരിയലുകൾ മുടങ്ങാതെ കാണാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തിന്മക്കാണ്. ആ തിന്മക്ക് സഹകരിക്കാനില്ല, വേറെ പോകാൻ പറയാം. അതേസമയം അതൊന്നും ഇല്ലാതെ ഒരാൾ എനിക്കൊരു TV വേണം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇടപാട് അസലിൽ അനുവദനീയമാണ്. ചിലർ കത്തി വാങ്ങുമ്പോൾ ആ കത്തി വാങ്ങിയിട്ട് അയാൾ ദ്രോഹേ ചെയ്യുള്ളൂ. എന്നാൽ എല്ലാവരും കത്തി വാങ്ങണത് അങ്ങനെയാണ് അല്ല. കത്തി കൊണ്ട് കുറേ മസ്ലഹത്തുണ്ട്. അപ്പോൾ അടിസ്ഥാനം കത്തി വിൽക്കാം എന്നുള്ളതാണ്. എന്നാൽ ഒരാളുടെ വിഷയത്തിൽ നമ്മൾ അറിയാണ്, അങ്ങനെ അത് പറഞ്ഞിട്ടാണ് കച്ചവടം ഉറപ്പിക്കുന്നത്, തിന്മക്കാണിത് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അത് പാടില്ല എന്ന് മാത്രം. ഇത്തരം ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനം അതിൽ അനുവദനീയം എന്നുള്ളതാണ്. അല്ലാഹു ആലം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഞാനൊരു സിഗരറ്റ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യാണ് സൗദി അറേബ്യയിൽ. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി കുട്ടികൾക്ക് കുടുംബമാണ് ജീവിക്കുന്നവിടെ. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും എൻ്റെ ജോലിയും ഹലാലാവോ ഹറാമാവോ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. മൾബറ കമ്പനിയിൽ, അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അത് എൻ്റെ ജോലി ഹലാലാവോ ഹറാമാവോ? അതാണ് സാധിക്കുന്ന ചോദ്യം. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദരൻ്റെ ഈ ചോദ്യം സിഗരറ്റിൻ്റെ കൂടിനോട് ചോദിച്ചാൽ തന്നെ അതിന് ഉത്തരം കിട്ടും. സിഗരറ്റിൻ്റെ കൂടുമേ എഴുതി വച്ചിട്ടുള്ളത് എന്താണ്? ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്
എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നതിനെ പിന്നെ നിരുത്സാഹപ്പെടുത്തിയും അത് നിഷിദ്ധമെന്നത് അറിയിച്ചുമാണ്. പുകയില ഉൽപ്പന്നങ്ങളും പുകയിലയും അത് പിന്നെ വിൽക്കുന്നതിനെ പണ്ഡിതന്മാർ നിഷിദ്ധം എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് അതിൽപ്പെട്ടതാണ്. ഒരാളുടെ ശരീരത്തെ ഹനിക്കുന്ന, സമ്പത്തിനെ ഹനിക്കുന്ന, സമൂഹത്തിന് ഉപദ്രവകരമായ നാനോന്മുഖങ്ങളായ വിപത്തിനാൽ അത് നിഷിദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഗതിയാണ്. ഏത്? പുകയില ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് അതിൽ സിഗരറ്റ്. അതുകൊണ്ട് തന്നെ അത്തരം പിന്നെ അതിൻ്റെ ഇടപാടുകളിൽ പങ്കാളികളാകാനോ അത്തരം പിന്നെ സ്ഥാപനങ്ങളിൽ അതിൻ്റെ സെയിൽസ്മാൻമാരായിട്ട് ജോലി ചെയ്യാനോ പാടില്ല എന്നാണ് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഫത്വ ഉള്ളത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളതായ പണ്ഡിതന്മാർ, ഇവിടുത്തെ പണ്ഡിത സഭയിലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഫത്വ വിഷയത്തിൽ കാണാൻ സാധിക്കും. പുകവലി ഇസ്ലാമിക വിധി അല്ലെങ്കിൽ പുകവലി നിഷിദ്ധമാണ്, മാരകവും എന്ന പേരിലൊരു പുസ്തകം ഇസ്ലാമിക് സെൻറ്റർ ICCയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ഈ പുകവലിയുടെ ചരിത്രവും അതേപോലെ തന്നെ പുകവലി നിഷിദ്ധമാണെന്ന് പറഞ്ഞ 4 മദ്ഹബിലെയും ഫുഖഹാക്കൾ, അവരുടെ പേരുകൾ, അതേപോലെ തന്നെ എന്തുകൊണ്ട് പുകവലി നിഷിദ്ധം എന്നതിൻ്റെ മതപരമായ പ്രമാണങ്ങൾ, പുകവലിയുടെ വിഷയത്തിൽ സുപ്രധാനമായിട്ടുള്ള ഫത്വകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ ഗ്രന്ഥം രചിക്കപ്പെട്ടുള്ളത്. സഹോദരന് ആ ഗ്രന്ഥം വായിക്കാനൊരവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. ഏതായാലും ഈ ഇടപാടും അതിന് സഹകരിക്കലും പാടുള്ളതല്ല എന്നാണ് പണ്ഡിതന്മാരുടെ ഫത്വ അവർ പ്രാമാണികമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ജസാക്കല്ലാഹു ഖൈറൻ. ഒരു ചോദ്യം കൂടി, അതായത് നമ്മുടെ നമ്മുടെ ഒരു സലഫി പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ ജോലിക്ക് കയറാൻ വന്നു. അദ്ദേഹം ചോദിച്ചു, ഇവിടെ മെമ്മറികൾ ഹാർഡ് ഡിസ്കൊക്കെ വെക്കാറുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ പണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അതിൽ എഴുതിയപ്പോ 1 മെഗ അല്ലെങ്കിൽ 1 ടെറ എന്നൊക്കെ എഴുതിയത് അതിൽ പിന്നെ മുഴുവൻ ഉണ്ടാവില്ല. ഇപ്പൊ 1 ടെറ എന്ന് എഴുതിയത് 980 ഒക്കെ ഉണ്ടാവുള്ളൂ, ഗിഗബൈറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ കുറവാണ്. അതിൽ പറഞ്ഞതിനനുസരിച്ചുള്ള ഇത് അതിലില്ല. അതുകൊണ്ട് അത് അളവിലും തൂക്കത്തിനും കുറവ് വരുത്തുന്നത് അതുകൊണ്ട് ഞാൻ വിൽപ്പനക്ക് കച്ചവടത്തിന് ഞാൻ പണിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ കമ്പനികൾ തന്നെ 1 ടെറ എന്ന് എഴുതിയത് ഉദാഹരണത്തിന് 1 ടെറ എഴുതി അത് കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അതൊരു അളവ് തൂക്കത്തിനും കുറവ് വരുത്തുന്ന വിഷയമാകുമോ എന്നാണ് ചുരുക്കം. അസ്സലാമു അലൈക്കും. ഇത്തരം ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധനങ്ങൾ നമ്മളുണ്ടാക്കിയിട്ട് നമ്മൾ വിൽക്കുമ്പോഴാണ് നമ്മളതിൽ നമുക്ക് ആ ഒരു കൃത്യത്തിൻ്റെ ഒരു ഇത് വരുന്നത്. സാധനം നമ്മൾ ഇറക്കുമതി ചെയ്ത ഒരു സാധനമാകുമ്പോൾ അത് നമ്മളല്ല അതിൻ്റെ നിർമ്മാണം. പക്ഷെ നമുക്കതിൽ ചെയ്യാൻ കഴിയുന്ന സംഗതി എന്താണ്? നമുക്കതിൻ്റെ നിജസ്ഥിതി പറഞ്ഞു കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഫഇൻ ബയ്യന വസദ്ദഖ ബൂരിക ലഹുമ ഫി ബൈഇഹിമ. അവർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും കച്ചവടം സുതാര്യമാക്കി, വസദ്ദഖ സത്യസന്ധത പുലർത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ഇതാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ ഇതിൻ്റെ വസ്തുത ഇതാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം, അതില്ല എങ്കിൽ നിങ്ങൾക്ക് തിരസ്കരിക്കാം എന്ന രീതിയിൽ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ഒരു ചരക്ക് നമ്മളുടെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ ചരക്കിൻ്റെ നിജസ്ഥിതി നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ മെയ്ഡ് ഇൻ ജാപ്പാൻ എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും, പക്ഷേ സാധനം ചൈനയായിരിക്കും. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഇത് ചൈനയാണ്, ഇതുമേ ഒട്ടിച്ച് നിങ്ങൾ അതിൽ വഞ്ചിതനാകണ്ട, ചൈനയാണ്, അതിൻ്റെ വില എത്രയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുകയും അങ്ങനെ ഇടപാടിനെ സുതാര്യമാക്കുകയും ചെയ്യാണ് അത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൽ അൽഹംദുലില്ലാഹ് ഇഷ്കാലില്ല. കാരണം ഇടപാട് അൻതറാദി മിൻകുമ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര തൃപ്തിയിലാണ് നടക്കുന്നത്. അതിലെന്തില്ല, ഒരു ചതി വരണില്ല എന്നർത്ഥം. ഇതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയതിൽ പെട്ടത്. വജസാക്കല്ലാഹു ഖൈറൻ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. എൻ്റെ ചോദ്യം, ഞാൻ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇവിടെ GCCയിൽ ഒരുപാട് ആൾ തന്നെ സെയിൽസ്മാൻമാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ
നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ നേരെ ഡോണേഴ്സിന്റെ അടുത്തല്ല പോവുക, അവിടെ പർച്ചേസ് ഓർഡർ ചെയ്യുന്ന ഒരാളുണ്ടാവും. അപ്പൊ നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും മാസത്തിൽ ഒരു ക്യാഷ് നിങ്ങൾക്ക് തരാന്ന്, അവർക്ക് ഒരു ഓഫർ കൊടുക്കും. അപ്പൊ നമുക്ക് ഓർഡർ കിട്ടും. അതിൽ വേറെ അഴിമതിയും കാര്യങ്ങളൊന്നുമില്ല. മാസം ഒരു സന്തോഷത്തിന് ഒരു 200 റിയാല് 100 റിയാല് വെച്ച് അവർക്ക് കൊടുക്കും ഓർഡർ കിട്ടാൻ വേണ്ടി. അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം, ഇത് വളരെ വ്യാപകമായിട്ട് GCCയിലുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. സഹോദരൻ്റെ ചോദ്യത്തിൽ പിന്നെ ഈ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ ആളെ കണ്ടിട്ട് കമ്മീഷൻ കൊടുക്കണത്, ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷയം ഉണ്ടാകണേലേറെ വിഷയമുള്ളത് ആ വ്യക്തി ജോലി ചെയ്യണ ആ മാനേജ്മെൻറ്റിനും ആ കമ്പനിക്കുമാണ്. ആ മാനേജ്മെൻറ്റ് അറിഞ്ഞിട്ടാണോ ഇയാളിത് വാങ്ങണത്? അതായത് ഈ കാശ് കൊണ്ട് കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട്, അയാളുടെ മാനേജ്മെൻറ്റ് അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളെ ജോലിക്ക് നിർത്തിയ ആൾ അറിയുന്നുണ്ടോ ഈ കമ്മീഷൻ ഇയാൾ വാങ്ങണത്? മാത്രമല്ല ഈ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പല ഇടപാടുകളെയും സ്വീകരിക്കുക. ഈ കമ്മീഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അർഹരായ ആളുകൾക്ക് അയാൾ വസ്തു കൊടുക്കില്ല. മാനേജ്മെൻറ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് പോലും ഇയാൾ കൊടുക്കില്ല. കാരണം ഇയാളുടെ പിന്നെ അയാൾ അർഹരായിരിക്കും ഇയാൾക്ക് കമ്മീഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ. അതൊരു പിന്നെ പൊരുത്തപ്പെട്ട സ്വത്തോ അതൊരു അനുവദനീയമായ സമ്പത്താണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പിന്നെ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ, അതിൻ്റെ ആ രീതി തന്നെ അതൊരു അഭ്യൂഹം, ഒരു ഷെക്ക് നിലനിൽക്കുന്ന ഒരു ഏർപ്പാടാണത്. അത് ശരിയല്ല. അത് എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഇവിടെ ഇപ്പോൾ പല ആളുകളും ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യത്തിലേക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം റുപ്യയുടെ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരെങ്കിലും 2 ലക്ഷം റുപ്യ തരിക അല്ലെങ്കിൽ ഒരു 5 ലക്ഷം റുപ്യ തരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ വാങ്ങിയിട്ട് അതിൻ്റെ വിഹിതം എന്നുള്ള നിലക്ക് ഇത്ര റുപ്യ ഒരു മാസത്തിന് തരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതേപോലെ അങ്ങനെ ഒരാൾ തരികയാണെങ്കിൽ അത് വാങ്ങാൻ പാടില്ല. ഈ പല ആളുകളും ചെയ്യുന്നതാണ്. അപ്പം അതിനെപ്പറ്റി പല ആളുകളും ചോദിച്ചിട്ട് കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പിന്നെ വിധി എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്യണം. സഹോദരൻ്റെ ചോദ്യം പിന്നെ ഈ കൂറുകച്ചവടത്തെക്കുറിച്ചാണ് അല്ലേ? അതായത് പിന്നെ ഷെയർ അയാൾ എന്ത് ചെയ്യാം, പിന്നെ കാശ് കൊടുത്തിട്ട് കച്ചവടത്തിൽ പങ്കാളിയാണ്. അങ്ങനെയാണ് എങ്കിൽ മാസാമാസം അയാൾ പൈസ ഇട്ട്, ഉദാഹരണത്തിന് 2000 റിയാൽ അയാളിട്ട്, അപ്പം മാസാമാസം അയാൾക്ക് ഒരു നിശ്ചിത സംഖ്യ ലാഭവിഹിതമായിട്ട് കൊടുക്കുകയാണ് എങ്കിൽ അത് കൂറ് കച്ചവടത്തിൽ അത് പാടുള്ളതല്ല, അത് പലിശയുടെ ഗണത്തിലാണ് എണ്ണപ്പെടുക. എന്നാൽ ലാഭത്തിലും നഷ്ടത്തിലും തുല്യ പങ്കാളികളായിട്ട് ഉള്ള ഇടപാടാണ് എങ്കിൽ ഇയാൾ 2000 ഇട്ട് മാസത്തിൽ ചിലപ്പോൾ ലാഭത്തിനനുസരിച്ച് സംഖ്യ കൂടിയെന്ന് വരും, ലാഭം കൂടിയെന്ന് വരും, നഷ്ടത്തിനനുസരിച്ച് സംഖ്യ കുറഞ്ഞെന്ന് വരും. ആ ഒരു പിന്നെ രീതിയാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് അനുവദനീയമാണ്. അതില്ല എങ്കിൽ അത് പലിശയുടെ ഗണത്തിലാണ് എണ്ണപ്പെടുക. അത് ഒഴിവാക്കണം വേണ്ടത് അങ്ങനത്തെ. ഇതാണ് അതിൽ പറയാനുള്ളത്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.